സോ ഫൈനലി നമ്മളുടെ കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അലോട്ട്മെന്റ് കിട്ടിയവരുണ്ടാകും, കിട്ടാത്തവരുണ്ടാകും. നിങ്ങൾ ഇനി ഏത് സ്റ്റെപ്പ്, ഇനി അങ്ങോട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ്, അലോട്ട്മെന്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീ അറേഞ്ച്മെന്റ് ചെയ്യാം. പുതുതായിട്ട് ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും റീ അറേഞ്ച്മെന്റ്, ഇപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ടാമതാക്കാം, മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നാമതാക്കാം, ആ രീതിയിലുള്ള റീ അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാം. എന്നിട്ട് നേരെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകും. ഇനി ഇതിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണ്, ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിന്റെ പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതായത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് ഒരു ഫീസ് അടയ്ക്കണം. അതായത് ഒരു അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ ഏകദേശം ഒരു 8,000 റേഞ്ചിലാണ് ഫീസ് വരുന്നത്. മറ്റു കോളേജസിന്റെ ഫീസ് അതിൽ നിങ്ങൾക്ക് കാണിക്കും. അത് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് അയക്കണം. ഓൺലൈൻ പേയ്മെന്റ് വഴിയോ അല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ആ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിന്റെ PDF ആ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു 10 ഓപ്ഷൻസ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിലൊരു 7ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ 8, 9, 10 ഓപ്ഷൻ താനെ ഡിലീറ്റ് ആയിട്ട് പോകും. ഇനി അതിന്റെ മുകളിലേക്കുള്ള 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് കേട്ടോ. അത് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അത് കൺഫേം ചെയ്ത് ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത് തന്നെ മതി എന്നാണെങ്കിൽ മുകളിലേക്കുള്ള, ഇപ്പൊ 7ാമത്താണ് കിട്ടിയെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള 6 ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സീറ്റ് ഫിക്സ് ആയി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 1 മുതൽ 6 വരെ ഓപ്ഷൻ ഏതെങ്കിലും റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്തതിനു ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റിൽ വന്നിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഒരു അലോട്ട്മെന്റിലും നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പം ഏതെങ്കിലും കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കീമിൽ പങ്കെടുക്കാനുള്ള ചാൻസസ് നമുക്ക് നഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പം അത് മറക്കാണ്ട് ആരും ചെയ്യുക, കാരണം അതിന് അധികം സമയം നമുക്ക് ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീറ്റ് എവിടെയാണ് കിട്ടിയെന്ന് നോക്കാം. കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.